എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഒരുപാട് കൂമകള് അവറ്റകളാണെങ്കിൽ അങ്ങനെ വന്ന് നിൽക്കാണ്. പൈററ്റ്സും വൈറ്റ് ബിയർഡും ലൂഫിയും അങ്ങനെ എല്ലാവരും ഷോക്കായിട്ട് അവറ്റകളെ നോക്കും. ലൂഫിക്കാണെങ്കിൽ കൂമ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ടെൻഷനാണ്. ഇത്രയും കൂമകൾ ഒരുമിച്ച് വന്ന ഉറപ്പായാലും പൈററ്റ്സ് ടീമിന് ജയിക്കാനാവില്ല. പൈററ്റ്സിന് മനസ്സിലാവും ഇതിന്റെ എല്ലാം പുറകില് ഡോക്ടർ വേഗോ പങ്കാണെന്ന്. മറ്റൊരു ഭാഗത്ത് സെന്റമറു ആണെങ്കിൽ അങ്കിളിനെ കോൾ ചെയ്ത് നമ്മൾ കരുതിയതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെന്ന് അങ്കിളിനെ അറിയിക്കും. ആക്ച്വലി പൈററ്റ്സ് അവരെല്ലാവരും എയ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായി മുൻപിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് മിലിറ്ററി സോൾജിയേഴ്സ് അവർ മുൻപോട്ടേക്ക് വന്ന് അവർ അറ്റാക്ക് ചെയ്യേണ്ടതിന് പകരം പുറകിലേക്ക് പോയി. വൈറ്റ് ബിയർഡിനും ലൂഫിക്കും അവിടെ ഉണ്ടായിരുന്ന പൈററ്റ്സിനും എല്ലാം തന്നെ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി. പക്ഷെ വൈറ്റ് ബിയർഡിനാണെങ്കിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു. അതുകൊണ്ടാണ് അവരുടെ തൊട്ടു പുറകിലുണ്ടായിരുന്ന ആ നേവി ഷിപ്സ് അത് മുഴുവൻ വൈറ്റ് ബിയർഡ് അവന്റെ പൈററ്റ്സിനെ കൊണ്ട് തകർത്ത് കളഞ്ഞത്. ഇപ്പൊ കൂമ അവന്റെ കൂമ ക്ലൗൺസുകളുമായിട്ട് പൈററ്റ്സിനെ ഓൾമോസ്റ്റ് മുഴുവനായിട്ടും കവർ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ അവർ ആ കപ്പൽ നശിപ്പിച്ച ഭാഗം ആ ഒരു ഭാഗം മാത്രം ഫ്രീ ആയിട്ടുണ്ട്. ഇവിടെ സെൻഗോക്കു ആണെങ്കിൽ അവന്റെ നേവി സോൾജിയേഴ്സിനും കൂമകൾക്കും ഒക്കെ തന്നെ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവരൊട്ടും എക്സ്പെക്ട് ചെയ്യാതെ വൈറ്റ് ബിയർഡിന്റെ പൈററ്റ്സ് ആ കപ്പലുകൾ തകർത്തു. എങ്കിലും കുഴപ്പമില്ല, രണ്ട് ഭാഗത്ത് നിന്ന് ഇപ്പൊ അവർക്ക് പൈററ്റ്സ് ടീമിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. കാരണം നേവി ടീംസ് എല്ലാം തന്നെ ഓൾറെഡി എല്ലാ പൈററ്റ്സിനെയും റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇസറോ ആണെങ്കിൽ ആ കാര്യങ്ങൾ ഇപ്പൊ സെന്റമറുവിനെ അറിയിക്കും. ബാക്ക് സൈഡിൽ നിന്ന് എന്റെ കൂമ ടീമിനെ ഉപയോഗിച്ച് പൈററ്റ്സുകളെ അറ്റാക്ക് ചെയ്യാൻ പറയും. ഉടനെ സെന്റമർ പറയും അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള നേവി കപ്പലുകളും ആ ഒരു അറ്റാക്കില് ഇല്ലാതാവും. അതിനാവും പറയും കുഴപ്പമില്ല, പക്ഷെ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. അടുത്ത നിമിഷം അവൻ ആ കൂമ ടീംസുമായിട്ട് ബിയർഡിനെയും പൈററ്റ്സിനെ ഒക്കെ അറ്റാക്ക് ചെയ്യാൻ മുൻപിലേക്ക് പാഞ്ഞു വരും. അത് കണ്ട ഒരു പൈററ്റ് വലിയൊരു ഇരുമ്പ് കഥയെടുത്ത് ഒരു കൂമയുടെ തലയിൽ ആഞ്ഞടിക്കും. കൂമയുടെ തല തകർന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് കൂമയുടെ മുഖത്തേക്ക് നോക്കും. അവനൊരു പോറല് പോലും പറ്റിയിട്ടില്ല. പക്ഷെ എന്താ, അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഇരുമ്പ് കഥ അതങ്ങനെ പൊടിഞ്ഞു പോവാണ്. പൈററ്റ് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതിന് മുൻപ് തന്നെ കൂമയാണെങ്കിൽ ബീം ലൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അവന് തകർത്ത് കളയും. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന കൂമകളെല്ലാം തന്നെ ഒരുപോലെ ആക്ഷൻസ് ഒക്കെ ഇട്ട് ബീം വെച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കാര്യം വഷളാകുന്നു എന്ന് മനസ്സിലാക്കിയ വൈറ്റ് ബിയർഡ് ആള് വിളിച്ചു പറയും, ആരും ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ആ പ്ലാസയുടെ അകത്തേക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറയും. അത് കേട്ട് പൈററ്റ്സ് എല്ലാവരും അത് ലക്ഷ്യമാക്കി പോകും. അതേസമയം തേർഡ് ഡിവിഷനിലുള്ള ആൾക്കാര് അവരാണെങ്കിൽ ആ കൂമകളെ പ്രിവെന്റ് ചെയ്യാൻ അവർക്ക് നേരെ പോകും. അത് കണ്ട് സെൻഗോക്കു പറയും, ഒരു കാരണവശാലും നേവി ആൾക്കാര് ഐസിൽ നിൽക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് ഒരു പ്ലാസയുടെ അടുത്തേക്ക് വന്ന് അതിന്റെ മെയിൻ ഭാഗം അത് ബ്ലോക്ക് ചെയ്യണം. ഒരു കാരണവശാലും പൈററ്റ്സ് അകത്തേക്ക് വരാൻ പാടില്ല. മറ്റൊരു ഭാഗത്ത് മിഹാക്കും ആ മീശക്കാരനും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. മീശക്കാരനാണെങ്കിൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല വേൾഡില് നമ്പർ 1 സ്ക്വാഡ്സ്മാനുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. ഒരു രണ്ടുപേരുടെയും പവറുകൾ ഉപയോഗിച്ച് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യും. അതേസമയം സെന്റമറു ആണെങ്കിൽ ആ കൂമാസിന് മുഴുവൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് പൈററ്റ്സിന് നേരെ പറഞ്ഞയക്കും. പൈററ്റ്സ് ആണെങ്കിൽ കൂമകളുടെ ഫേസ് തന്നെ ലക്ഷ്യമാക്കി പീരങ്കികളൊക്കെ ഫോക്കസ് ചെയ്ത് അറഞ്ചം ഷൂട്ട് ചെയ്യും. പക്ഷെ കൂമാസിന്റെ ഒരു മുടിനാരിന് പോലും ഒന്നും സംഭവിക്കില്ല. ഇവിടെ ജനങ്ങളാണെങ്കിൽ ടിവിയിലൂടെ ആരവത്തോടു കൂടെ അതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. ഉടനെ 2 സ്ക്രീനിലെ വിഷ്വൽസ് അത് ഇല്ലാതാവും. സെൻഗോക്കുവിനാണെങ്കിൽ ഇവിടെ ഭയങ്കര കോൺഫിഡൻസ്. അവനാണെങ്കിൽ ആ വിഷ്വൽസ് ടെലികാസ്റ്റ് ചെയ്യുന്ന വയറ് അത് മുഴുവനായിട്ടും കട്ട് ചെയ്യാൻ പറയും. അതിനുശേഷം ആ എൻസൈക്ലിംഗ് ബോൾ അത് ആക്ടിവേറ്റ് ചെയ്ത് എല്ലാവരെയും അതിനുള്ളിൽ ലോക്ക് ചെയ്ത് അവർക്ക് മുൻപിൽ വെച്ച് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറയും. കട്ട് ചെയ്ത ലൂഫി ആണെങ്കിൽ ഓരോ നേവി സോൾജിയേഴ്സിനെയും ചവിട്ടി തെറിപ്പിച്ച് മുൻപിലേക്ക് വരും. അപ്പോഴായിരിക്കും ഒരു ഇടുത്തി പോലെ ആ കിസറു അവന്റെ മുൻപിലേക്ക് വന്ന് ഇപ്പൊ ലൂഫിയെ ചവിട്ടി തെറിപ്പിക്കുക. ജിംബൈ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ ക്യാച്ച് ചെയ്യും. ഉടനെ ബാക്കിയുള്ള കമാൻഡേഴ്സ് അവരും ലൂഫിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ കിസറു ആണെങ്കിൽ അവരെ ആരെയും അടുത്തേക്ക് പോകാൻ അനുവദിക്കാതെ അങ്ങനെ മുൻപിൽ ഹായ് ആയിട്ട് നിൽക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഗഗ്ഗോ മുറിയ അവനാണെങ്കിൽ ആഡോസിനെയും മോൺസ്റ്റേഴ്സിനെയും എല്ലാം ഉപയോഗിച്ച് പൈററ്റ്സുകളെ അറ്റാക്ക് ചെയ്യാണ്. അവനാണെങ്കിൽ ഒരു ബോധവും ഇല്ലാതെ ഇപ്പൊ വിളിച്ചു പറയും, നിങ്ങളെ എല്ലാവരെയും ഇവിടെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. ആ എയ്സിനെ അവനെ എത്രയും വേഗം നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ കൊന്നു കളയും. അത് കാണാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. അതിനുശേഷം നിങ്ങളെയും ദേവിക്കാരും വെറുതെ വിടില്ല. ആരൊക്കെ മരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ആവശ്യം നിങ്ങളുടെ എല്ലാം ഷാഡോസ് ആണ്. അത് കിട്ടിയ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞ് അവരിപ്പോ പൊട്ടിച്ചിരിക്കും. ഗഗ്ഗോമുറിയുടെ മെയിൻ ലക്ഷ്യം അത് വൈറ്റ് ബിയർഡ് ആണ്. പക്ഷെ അവന്റെ പൈററ്റ്സ് ആണെങ്കിൽ വൈറ്റ് ബിയർഡിന്റെ അയലത്ത് പോകാൻ അവൻ അനുവദിക്കില്ല. മറ്റൊരു ഭാഗത്ത് മിഹാക്കും ആ മീശക്കാരനും അവർ രണ്ടുപേരും മണിക്കൂറുകളായിട്ട് പൊരിഞ്ഞ ഫൈറ്റിലാണ്.
ഇവിടെ ടഷിക്കയാണെങ്കിൽ ഞാൻ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവളുടെ ചുറ്റുണ്ടായിരുന്ന പൈററ്റ്സിനെ എല്ലാം തല്ലി തല്ലി പഞ്ചറാക്കും. അതിനുശേഷം ടഷിക്ക് അവളിപ്പോ സ്മോക്കറിന്റെ അടുത്തേക്ക് വന്ന് പറയും സെൻഗോക്കു എല്ലാവർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്, എത്രയും വേഗം പുറകിലേക്ക് തിരികെ പോണെന്ന്. പ്രിൻസസ് ആണെങ്കിൽ ലൂഫിക്ക് വേണ്ടി നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുകയാണ്. അവന്റെ ഉദ്യമം അത് സക്സസ് ആവണം, എങ്ങനെയെങ്കിലും എയ്സിനെ അവനെ കൊണ്ട് രക്ഷിക്കാനാവണം. അപ്പോഴായിരിക്കും നമ്മുടെ സെൻഗോക്കു അവൻ ഫുൾ കലിപ്പില് പല്ലൊക്കെ കടിച്ച് അങ്ങനെ നിൽക്കുക. അവരെത്രയൊക്കെ ശ്രമിച്ച് വീഡിയോസ് അത് ഡിസ്കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഫുട്ടേജ് അത് പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് അവന് മനസ്സിലാവും. 2 സ്നെയിൽ ക്യാമറ അവർ കറക്റ്റായിട്ട് ഡിസ്കണക്ട് ചെയ്തു, പക്ഷെ ഒരെണ്ണം മാത്രം ഡിസ്കണക്ട് ആയിട്ടില്ല. ഇതാണെങ്കിൽ വെയിറ്റ് ഫോർ ദ ട്വിസ്റ്റ് എന്നാണ് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ജനങ്ങളും ആ ഒരു സ്ക്രീനിലേക്ക് നോക്കി ആകാംക്ഷയോട് കൂടെ കാത്തു നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ലോങ് ഷോട്ടിലായിട്ട് കുറച്ച് പൈററ്റ്സ് ആണെങ്കിൽ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരാളെ ഫോക്കസ് ചെയ്യാണ്. അത് മറ്റാരുമല്ല, ക്യാമറ അടിച്ചു മാറ്റാൻ പറഞ്ഞ നമ്മുടെ ബഗ്ഗിയെ തന്നെ. ബഗ്ഗി ഇപ്പോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ആക്ഷൻ എന്നൊക്കെ നിലവിളിച്ചു പറയും. ബഗ്ഗി ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര കമന്ററി ഒക്കെ കൊടുക്കാൻ തുടങ്ങും. ഇവിടെ വലിയ യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തില് 1,900 പൈററ്റ്സിനും 1,900 നേവി ആൾക്കാർക്കും പരുക്കുപറ്റി, കുറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ സാഡ് BGMസിൽ ഓരോരുത്തരെ കാണിച്ചു കൊടുക്കും. സെൻഗോക്കുവിനാണെങ്കിൽ കൺട്രോൾ പോവും. അവൻ നിലവിളിച്ചു പറയും എത്രയും പെട്ടെന്ന് ആ ക്യാമറ കട്ട് ചെയ്യ്. ഇവിടെ ബഗ്ഗി ആണെങ്കിൽ ദൂരത്താരോ ചൂണ്ടിക്കാണിച്ച് വമ്പം ബിൽഡപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഉടനെ അവൻ മൈക്കാണെങ്കിൽ അസിസ്റ്റന്റ് പൈലറ്റിന്റെ കയ്യിൽ കൊടുത്ത് ദൂരത്തേക്ക് പോയി നിൽക്കും. അസിസ്റ്റന്റ് പൈലറ്റ് ആണെങ്കിൽ ഇപ്പൊ ബഗ്ഗിയെ കുറിച്ച് വമ്പൻ ഡയലോഗൊക്കെ അടിച്ചു വിടാനായിട്ട് ആരംഭിക്കും. കിങ് ഓഫ് പൈലറ്റ് സാക്ഷാൽ കോൾഡ് റോജറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരാള്, സാക്ഷാൽ ലെജൻഡറി പൈലറ്റ് ബഗ്ഗി എന്ന് വിളിച്ചു പറയും. ഉടനെ ബഗ്ഗി അവന്റെ 32 പല്ലും കാണിച്ച് ഇളിച്ചു നിൽക്കും. ബഗ്ഗി പറയും ഇതൊരു ടോപ്പ് സീക്രട്ട് ആണ്, പക്ഷെ ഇപ്പൊ ഇത് റിവീൽ ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ബഗ്ഗിയുടെ മൂക്കിലൂടെ ബ്ലഡ് താഴേക്ക് വരും. അത് കണ്ട പൈലറ്റ്സ് ആണെങ്കിൽ ആ ബോർഡ് എടുത്ത് മുകളിലേക്ക് പൊക്കി വെക്കും. പ്ലീസ് വെയിറ്റ് അറ്റ് ദ മൊമെന്റ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ പൈലറ്റ് മേക്കപ്പ് മാൻസ് ആണെങ്കിൽ ഓടി വന്ന് ആ ബ്ലഡ് ഒക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞ് വീണ്ടും അവന്റെ മുഖത്ത് മേക്കപ്പ് ഇടും. സെൻഗോക്കു ആണെങ്കിൽ ഇതെല്ലാം കണ്ട് പല്ല് കടിച്ചു നിൽക്കും. ഉടനെ ഒരു നേവി ഓഫീസർ ആൾ ഓടി വന്ന് പറയും നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ക്യാമറ നഷ്ടപ്പെട്ടു പോയി, അത് ഇമ്പിൾ ടൗണിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആ പൈററ്റ്സ് ടീം കൈക്കലാക്കിയിരിക്കുകയാണ്. അവരാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ബഗ്ഗി ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ടേക്ക് 2 വീണ്ടും പഴയ പഞ്ച് ഡയലോഗൊക്കെ ആയിട്ട് ക്യാമറയ്ക്ക് അടുത്തേക്ക് വരും. ജനങ്ങളാണെങ്കിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അങ്ങനെ ഭ്രാന്ത് പിടിച്ചു നിൽക്കും. സെൻഗോക്കുവിന് കൺട്രോൾ പോയി ഇപ്പോ ബഗ്ഗിയെയും പൈററ്റ്സ് ടീമിനെയും അറ്റാക്ക് ചെയ്യാൻ പറയും. അടുത്ത നിമിഷം വലിയ വലിയ തോക്കും പീരങ്കികളൊക്കെ വെച്ച് ബഗ്ഗിയെയും പൈററ്റ്സ് ടീമിനെയും അറഞ്ഞ ഷൂട്ട് ചെയ്യും. പക്ഷെ അവരാണെങ്കിൽ അപ്പോഴും ഷൂട്ടിംഗ് നിർത്താതെ ആ ക്യാമറ ഉയർത്തിപ്പിടിച്ച് ഉഷാറായിട്ട് ഓടും. സെൻഗോക്കു എന്തൊക്കെ ജനങ്ങൾ കാണരുത് എന്ന് കരുതിയോ അതൊക്കെ തന്നെ ബഗ്ഗി കറക്റ്റ് ആയിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ സ്ക്വാഡ് ആളാണെങ്കിൽ ഇപ്പൊ വൈറ്റ് ബീഡിനെ മീറ്റ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് ആളുടെ അടുത്തേക്ക് വരും. സ്ക്വാഡ് പറയും നിങ്ങളുടെ ആൾക്കാരെ എല്ലാവരെയും ആ സെൻഗോക്കു തല്ലിക്കൊന്നോണ്ടിരിക്കുകയാണ്. ഇപ്പം രണ്ടും കൽപ്പിച്ചാണ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെയും നഷ്ടാവും. സ്ക്വാഡ് ആണെങ്കിൽ ഇപ്പൊ വൈറ്റ് ബീഡിനെ പൊക്കി അടിക്കാനായിട്ട് തുടങ്ങും. ഒരുപാട് നേരം ആളെ വാഴ്ത്തിപ്പാടിയതിനു ശേഷം സ്ക്വാഡ് അങ്ങനെ എടുത്ത് വൈറ്റ് ബീഡിന്റെ നെഞ്ചിൽ തന്നെ അവൻ കുത്തി ഇറക്കുകയാണ്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വൈറ്റ് ബിയർഡ് സ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിച്ചില്ല. വൈറ്റ് ബിയർഡ് ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടിൽ അക്കൈനോ അവനാണെങ്കിൽ നൈസായിട്ട് ചിരിക്കും. ഇതിനെല്ലാം പിന്നില് അവനാണ്. എയ്സ് അത് കണ്ട് ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ഇരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.